മലയാള സിനിമയുടെ മുടി ചൂടാമന്നൻ തന്നെയാണ് ദിലീപ്. ഡിസംബർ 8 ആ വിധി ദിലീപിന് അനുകൂലമോ പ്രതികൂലമോ, പക്ഷേ നമുക്കൊന്നുറപ്പിക്കാം, വിധി അനുകൂലമായി കഴിഞ്ഞാൽ 3-4 വർഷം അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ഡബിൾ പവറിലായിരിക്കും ആളൊരു ബൗൺസ് ബാക്കിങ്. അടുത്തൊരു 3-4-5 വർഷം ആൾ 3 വർഷം അനുഭവിച്ചതിൻ്റെ ഇത് ആളെന്തായാലും കാണിക്കും. നല്ല ഫാൻ ഫോളോവേഴ്സും ആ വെയിറ്റിംഗ് ആണ്. വിധി നെഗറ്റീവായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ദിലീപ് എന്ന നായകനെ മലയാളികൾ എങ്ങനെ നോക്കി കാണുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. മലയാളികൾ അതറിയാലോ, അത് ചവിട്ടി താഴ്ത്തും. പക്ഷെ പോസിറ്റീവ് ആയാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഈ വിധി ദിലീപിന് അനുകൂലമായി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, അത്രത്തോളം ലോയൽ ഇപ്പം ഉള്ള ദിലീപിൻ്റെ ഫാൻ ബേസിൽ അത് ലോയലാ. ഇപ്പോൾ 3-4 വർഷമായിട്ട് ആൾ ആ കേസുമായിട്ട് കാര്യങ്ങളായിട്ട് ഇതാ. പക്ഷെ അപ്പോഴും ആളുടെ ഫാൻ ബേസ് പോയിട്ടില്ല. ആൾക്കൊരു ഫാൻ ബേസ് ഉണ്ട്, ഒരു ലോയൽ ഫാൻ ബേസ് ആൾക്ക് ഉണ്ട്. ആ നടനെ സാധാരണ മറ്റൊരു നടനൊക്കെ ആണെങ്കിൽ അപ്പട്ടെറിഞ്ഞ് പോയിട്ടുണ്ടാവും. പക്ഷെ ആൾക്കത് പോയിട്ടില്ല. ആൾക്കൊരു ലോയൽ ഫാൻ ബേസ് ഉണ്ട്. അതോടൊപ്പം കുറേ ആളുകൾ പോയിട്ടുണ്ട്, പക്ഷെ എന്നാലും ലോയൽ ഫാൻസ് ഉണ്ട്. പക്ഷേ ഇത് വിധി അനുകൂലമായി കഴിഞ്ഞാൽ നമുക്കറിയാം, മലയാള സിനിമയിൽ ഒരുപാട് സൂപ്പർ താരങ്ങളുണ്ട്. പക്ഷേ ഇത്രത്തോളം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ലോ ക്ലാസ്, മിഡിൽ ക്ലാസ്, ഹൈ ക്ലാസ്, അപ്പർ ക്ലാസ്, അൾട്രാ പ്രീമിയം ക്ലാസ് ആളുകളെ മുഴുവൻ അറ്റ് എ ടൈം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുള്ള ഒരു ആക്ടർ വേറെ ഇല്ല. അത് ദിലീപിനാണ് കപ്പാസിറ്റി. അതാണ് ജനപ്രിയൻ. മറ്റേതൊക്കെ സൂപ്പർ സ്റ്റാറുകളാണ്, പക്ഷെ ഇത് ജനപ്രിയനാണ്. അതെല്ലാവരും ലോവർ ലെവൽ ടു അപ്പർ ക്ലാസ് വരെ ടിക്കറ്റ് എടുത്ത് ആളുടെ പടത്തിന് കയറും. കാരണം അങ്ങനത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേൾഡിലേക്ക് ആൾ കൊണ്ടുപോകും ആളുടെ പടങ്ങളിലൂടെ. അത് ആൾക്കറിയാം ബിസിനസ് എന്താണെന്നത്. അറിയാലോ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ തലപ്പത്ത് സിനിമ മറ്റേ തിയേറ്റർ ഓണർമാരെ ഇതിലൊക്കെത്തിനും ആൾ പവർഫുള്ളാണ്. മലയാള സിനിമയെ കൺട്രോൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്ന ആൾ. ഇതിലാണ് ആൾ പോയത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ന് മലയാള സിനിമ ദിലീപ് എന്ന നടൻ്റെ കയ്യിലേ ആയിരുന്നേനെ. കാരണം അത്രത്തോളം ഇൻഫ്ലുവൻഷ്യലാണ് പുള്ളി. അപ്പോൾ അങ്ങനത്തെ ഒരു നടനാണ് വീണത്. 3 വർഷമായിട്ട് വീണ് കിടക്കുന്നത് ഒരു ജനപ്രിയ നായകൻ തന്നെ. ജനപ്രിയ നായകൻ എന്ന് പറയാൻ പറ്റില്ല, അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു സൂപ്പർ സ്റ്റാർ ആക്ടർ തന്നെയാണ്. അപ്പോൾ ആളുടെ ഒരു തിരിച്ചുവരവിനെ നമുക്ക് എങ്ങനെ നോക്കി ഭയങ്കര ടെൻഷനിൽ തന്നെയാണ് ഉള്ള ആരാധകരും മലയാള സിനിമ പ്രേക്ഷകരും. കാരണം ഇത്രത്തോളം കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള ഒരു കേസ് വേറെ ഇല്ല. അത്ര 3 വർഷമായില്ലേ ഇത്. ആ വിധിക്ക് അത്രത്തോളം ഇതുണ്ട്. അന്ന് ഡിസംബർ 8 നോക്കിക്കോ, സാറ്റലൈറ്റ് ചാനലുകളിൽ പൊടി പൂരായിരിക്കും. രാവിലെ മുതൽ തുടങ്ങും. നെഗറ്റീവ് ആണെങ്കിൽ നോക്കണ്ട, മലയാളികൾ വലിച്ചു വാരി കയറും, ചാനലുകാരും വലിച്ചു വാരി കയറും. പോസിറ്റീവ് ആണെങ്കിൽ നോക്കണ്ട, ഫാൻസുകാരും ആളുടെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ പിന്നെ നോക്കണ്ട. 3-4 വർഷത്തേക്ക് മലയാള സിനിമ ആ ടോപ്പ് ലെവലിലേക്ക് ആൾ തന്നെയായിരിക്കും. അത് മലയാള സിനിമ പിന്നെ കൺട്രോൾ ചെയ്യുന്നത് ജനപ്രിയ നായകൻ ദിലീപ് തന്നെയായിരിക്കും. വീണ പോയി കഴിഞ്ഞു. ഇനി പിന്നെ ആൾ പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും നോക്കാൻ പാടില്ലെന്ന് പറയും. പക്ഷേ എന്നാലും അത് എഫക്റ്റ് ചെയ്യും. അത് അത്തരത്തിലുള്ളൊരു കേസായതുകൊണ്ടാണ് കേട്ടോ. വിനായകനൊക്കെ നമുക്കറിയാം, ഒരുപാട് സോഷ്യൽ ഇഷ്യൂസൊക്കെ ആൾ പെട്ടിട്ടുള്ളതാണ്. പക്ഷേ എന്നാലും അത് അങ്ങനത്തെ കേസുകളാണല്ലോ. ഇത് അങ്ങനത്തെ ഒരു കേസല്ല, ഇതൊരു ലേഡി ഓറിയൻറ്റഡ് കേസാണ്. അപ്പോൾ അതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. മലയാളികൾ അങ്ങനെയാണ്, ഒരാളെ സ്നേഹിച്ചാൽ വാനോളം സ്നേഹിക്കും, വാനോളം പുകഴ്ത്തും, വീണ ചവിട്ടി താഴ്ത്തും. പക്ഷേ നമുക്ക് എന്തായാലും കാത്തിരിക്കാം ഡിസംബർ 8 വിധിക്ക് വേണ്ടിയിട്ട്. അനുകൂലമാണോ പ്രതികൂലമാണെന്നുള്ള, ജനപ്രിയൻ അനുകൂലമാവോ പ്രതികൂലമാവോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമ വളരെയധികം എക്സ്പെക്ടേഷനുള്ള സിനിമ ബബ്ബ. പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന നടനും കൂടി അതിലുണ്ട്. അപ്പോൾ വിധി അനുകൂലമായി ബബ്ബ ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, വേറെ നടന്മാരൊക്കെ വിവരറിയും. ജനപ്രിയ നായകൻ്റെ ഉദയം തന്നെ അടുത്ത 2ാം ഉദയമായിരിക്കും. ഇൻ്റർവെല്ലിന് ശേഷം അടുത്തതെന്ന് പറയില്ലേ, 2ാം ഉദയം തന്നെ ആയിരിക്കും. ഉദയം അടക്കി ഭരിക്കാൻ തന്നെയായിരിക്കും. മലയാള സിനിമ അടക്കി ഭരിക്കാനുള്ളൊരു വരവ് തന്നെയായിരിക്കും. ഈ ഡിസംബർ 8 വിധി ജനപ്രിയ നായകന് അനുകൂലമായ മലയാള സിനിമ അടക്കി ഭരിക്കാന്ന് പറയില്ലേ. ഇത്ര വർഷം ചവിട്ടിക്കൂട്ടിയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അവരൊക്കെ മറികടന്ന് അട്ടക്കി ഇൻഡസ്ട്രിയിലേക്ക് ടോപ്പ് ലെവലിലേക്ക് ഭരിക്കാന്ന് പറയില്ലേ. കിങ് റൈസ് ഇൻ ഇൻഡസ്ട്രി എന്നുള്ള ഞാൻ വിശേഷിപ്പിക്കും. അങ്ങനെ വരും. ഒരു പുതിയൊരു രാജാവിൻ്റെ ഉദയമായിരിക്കും ഡിസംബർ 8 ആൾക്ക് വിധി അനുകൂലമായി ബബ്ബ ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ ഒരു കിങ് ഉണ്ടാവുള്ളൂ മലയാള സിനിമയിൽ. അത് പുള്ളിയായിരിക്കും. കാരണം ഇത്രത്തോളം ഒരാൾക്കൊന്നും പറ്റില്ല. പ്രൊഡ്യൂസർ അസോസിയേഷൻ എല്ലാ അസോസിയേഷനും തലപ്പത്ത് ഈ പുള്ളിയാണ്. അത്രയ്ക്കും കൺട്രോളിങ്ങാണ്.
കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല ഇപ്പോൾ ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുള്ളത്. മറ്റു താരരാജാക്കന്മാർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഓറ ചെയ്തൊക്കെയുണ്ട്, പക്ഷേ പുള്ളിക്ക് അങ്ങനെ ഇല്ല. പക്ഷേ എന്തൊക്കെയോ ആൾക്ക് മലയാളികളെയും കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള എന്തൊക്കെയോ ഒരു കപ്പാസിറ്റി ആൾക്കുണ്ട്. അതാണ് ജനപ്രിയൻ. അപ്പോൾ ആ ജനപ്രിയനെ അനുകൂലമാകുമോ പ്രതികൂലമാകുമോ എന്ന് നമുക്ക് ഡിസംബർ 8 വിധിയോടെ നമുക്ക് കണ്ടറിയാം. ദിസ് ഇസ് സൈനിങ് ഓഫ് ഷിജിൻ ബ്ലോക്ക് ബസ്റ്റർ.